അല്ല ഷിൻചാനെ, എന്തൊട്ട് ഇതിന്റെ മേലെ നിന്ന് കാണിക്കണേ? എന്താ ഫ്രാങ്ക്ലിൻ അണ്ണ കണ്ണ് കാണാല്ലേ? ഞാനിവിടെ ഗിറ്റാർ വായിച്ചോണ്ടിരിക്കുക. ഏയ് അതെന്തത് പതിവില്ലാണ്ട് ഗിറ്റാറൊക്കെ വായിക്കണ്? ചുമ്മാ ഒരു രസം. ഞാനൊരു ദിവസം ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ പാട്ടുകാരനാവും. എന്തുട്ടാ ഷിൻചാനത്? വല്ല നടക്കണ കാര്യം പറ. എന്തുട്ടാ ഫ്രാങ്ക്ലിനെ ഷിൻചാനെ കളിയാക്കണ്? ഷിൻചാന്റെ ഒരു ആഗ്രഹല്ലേ? അതല്ല ചോപ്പേ, ഷിൻചാൻ ഇപ്പോൾ ഒരു ദിവസം ഗിറ്റാർ വായിച്ചുകൊണ്ട് വലിയ പാട്ടുകാരനൊന്നും ആവില്ല. അതിനൊക്കെ നല്ല പ്രാക്ടീസ് വേണം. ആ ഫ്രാങ്ക്ലിനെ ഷിൻചാനൊക്കെ അത് പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കിക്കോളൂ. ഒരു മിനിറ്റ് ചോപ്പേ, പുറത്ത് ഒരു വണ്ടി എടുക്കുന്നുണ്ട്. ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുക. അതെന്താ, ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നാ? ആവോ അറിയില്ല. ഞാനൊന്ന് ചെന്ന് നോക്കി നോക്കട്ടെ. ആരെയും വന്നേക്കണത്? ഏയ് ലെസ്റ്റർ, നീയാ? എന്താ ഇവിടെ നിൽക്കണ? അകത്തേക്ക് വരാറുന്നില്ലേ? ഷിൻചാൻ നന്നായിട്ട് ഗിറ്റാർ വായിക്കണ്ടല്ലോ, കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. അതിനിപ്പോ ഇവിടെ ഒളിച്ചിരുന്ന് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അടിയിലേക്ക് വരാറുന്നില്ലേ? ആ അത് കുഴപ്പമില്ല. എനിക്കിപ്പോൾ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ആ പറ, എന്താണ് കാര്യം? ആ മിക്കവാറും വല്ല മിഷനാവും അല്ലേ? ആ ചെറിയൊരു മിഷനാണ്. നീ ചെയ്തുതരുമെന്ന് വിചാരിക്കണു. വേറൊന്നല്ല, ഒരു വണ്ടി അടിച്ചു മാറ്റണം. വണ്ടി അടിച്ചു മാറ്റാനാ? ഈ വണ്ടി അടിച്ചു മാറ്റുന്ന പരിപാടി ഞാൻ പണ്ടേ നിർത്തിയതാ. എനിക്കിപ്പോൾ അതിനൊന്നും പറ്റില്ല. എടാ ഫ്രാങ്ക്ലിനെ, നീ ഉദ്ദേശിക്കണ പോലെയല്ല. അതൊരു റയർ വണ്ടിയാ. ആ വണ്ടിക്ക് അത്യാവശ്യം വിലയുണ്ട്. ഏകദേശം ഒരു 20 കോടി ഉണ്ടാവും. ഏ ഏ ഏ എത്ര കോടി? 20 കോടി? അതിൽ നിന്ന് 5 കോടി ഞാൻ എടുക്കും. ബാക്കി 15 കോടി നീ തന്നെ കയ്യിൽ വെച്ചോ. അതിപ്പോൾ കൊള്ളാലോ. അതേതാ വണ്ടി? ഏതാ ബ്രാൻഡ്? അത് ഏതാ ബ്രാൻഡ് എന്നൊന്നും എനിക്കറിയില്ല. വണ്ടി ഒരു ചുവപ്പ് കളർ വണ്ടിയാ. പിന്നെ അത് ഒരു സൂപ്പർ കാറാ. പഴയ മോഡൽ സൂപ്പർ കാറാ. ഓ, അതൊരു പഴയ മോഡൽ സൂപ്പർ കാറാണല്ലേ? അല്ല, ആ വണ്ടി ഇപ്പോൾ എവിടെയുണ്ട്? ആ വണ്ടി ഇപ്പോൾ മിലിറ്ററി ബേസിലുണ്ട്. മിലിറ്ററി ബേസിൽ ഏതെങ്കിലും ഒരു വെയർ ഹൗസിൻ്റെ അകത്ത് കാണും. മിലിറ്ററി ബേസാ? ഈ മിലിറ്ററിക്കാർക്ക് എന്തിനാ സൂപ്പർ കാറ്? എനിക്ക് മനസ്സിലാവണില്ലല്ലോ. എടാ ഫ്രാങ്ക്ലിൻ, എന്തുട്ട് കാണിക്കണേ? മര്യാദക്ക് നിൽക്ക്. ഓ സോറി സോറി സോറി. അല്ല, ഈ മിലിറ്ററിക്കാർക്ക് എന്തിനാ സൂപ്പർ കാറ്? എനിക്ക് മനസ്സിലാവണില്ല. മിലിറ്ററിക്കാർ സാധാരണ ജീപ്പിലൊക്കെയാണ് പോവാറ്. ഇവന്മാർക്ക് എന്തിനാണാവോ സൂപ്പർ കാറ്? അതാ മിലിറ്ററിക്കാർക്ക് എന്തോ മിഷൻ ചെയ്യാനായിട്ടാ. അവർ എന്നിട്ട് ആ വണ്ടിയിൽ വെപ്പൺസ് ഒക്കെ ഫിറ്റ് ചെയ്യും. റോക്കറ്റ് ലോഞ്ചർ, മിനി ഗണൊക്കെ. അങ്ങനെയാണെങ്കിൽ വെപ്പൺസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് പിന്നീട് പോയിട്ട് വണ്ടി അടിച്ച് മാറ്റിയാൽ പോരെ? ഏയ് അത് പറ്റില്ല. ഇപ്പൊ തന്നെ പോയിട്ട് വണ്ടി അടിച്ചു മാറ്റണതാ നല്ലത്. വേറൊന്നല്ല, അവർക്ക് ചെയ്യാനുള്ള മിഷനില്ലേ, അത് അടുത്ത മാസം വരണേ. അതുകൊണ്ട് അവർ ഈ അടുത്തൊന്നും വെപ്പൺസ് ഒന്നും ഫിറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇപ്പൊ പോയിട്ട് വണ്ടി അടിച്ചു മാറ്റാൻ. വെപ്പൺസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. അതിപ്പോ വലിയ വിഷയമുള്ള കാര്യമില്ല. ഈ ബ്ലാക്ക് വണ്ടിയില്ലേ, അത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ മിലിറ്ററി ബസ് വരെ പോവാൻ. ഈ വണ്ടി ഫുള്ള് ബുള്ളറ്റ് പ്രൂഫാ. അത് മാത്രല്ല, ബോംബ് പ്രൂഫും കൂടിയാ. നിനക്കറിയാലോ, മിലിറ്ററി ബസ്സിൽ പോയി കഴിഞ്ഞാൽ 4 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടും. അന്നേരം ഇഷ്ടം പോലെ പോലീസുകാരും മിലിറ്ററിക്കാരും നിന്റെ പിന്നാലെ വരും. ഈ വണ്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിനക്ക് സുഖമായിട്ട് അവന്മാരുടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അത് മാത്രല്ല, ഈ വണ്ടിയിൽ ടർബോ ഉണ്ട്. അതുകൊണ്ട് ഇത് ജെറ്റ് പോണ പോലെ പോവും ചെയ്യും. അത് ശരി, ടർബോ ഒക്കെ ഉണ്ടല്ലേ? അത് കൊള്ളാലോ. അല്ല, നമ്മളിപ്പോൾ ഒരു വണ്ടി അടിച്ചു മാറ്റില്ലേ, അതിൽ ഈ ടർബോ ഒക്കെ ഉണ്ടോ? ആ വണ്ടിയിൽ ടർബോയ്ക്ക് ഉണ്ട്. അത് മാത്രല്ല, അതും കൂടി ബുള്ളറ്റ് പ്രൂഫാ. പിന്നെ ആ വണ്ടിയുടെ ഡിക്കിലെ വെപ്പൺസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒരു സ്നൈപ്പറൊക്കെ ഇരിക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ എടുത്തോ. സ്നൈപ്പർ ഇപ്പോൾ എനിക്ക് ആവശ്യം വരും. എൻ്റെ കയ്യിൽ അധികം വെപ്പൺസ് ഒന്നും ഇല്ല. എടാ ഷിൻചാനെ, നമുക്ക് പോയാലോ? ചെറിയൊരു മിഷൻ ചെയ്യാണ്ട്. അയ്യോ ഫ്രാങ്ക്ലിൻ അണ്ണ, എന്തൊരു പണിയാ കാണിച്ചേ? ഭാഗ്യണ്ട് ഞാൻ തലടിച്ച് വീണില്ല. അയ്യോ ഷിൻചാനെ, ഞാനത് ഒരു തമാശയ്ക്ക് ചെയ്തതാ. ഇപ്പോൾ അത് സീരിയസ് ആയനെ. എടാ ഷിൻചാനെ, അതെ, ഞാനൊരു മിഷൻ ചെയ്യാൻ പോവാ. ചിലപ്പോൾ വീട്ടിലേക്ക് വരാനായിട്ട് ലേറ്റ് ആവും. അണ്ണ ഞാനും കൂടി വന്നോട്ടെ മിലിറ്ററി ബേസിലേക്ക്? ഏയ്, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? നീ അവിടെ ഗിറ്റാർ വായിക്കായിരുന്നില്ലേ? ഫ്രാങ്ക്ലിനെ, അതെ, ഷിൻചാനെ കൊണ്ട് പോവണ്ട. ആ മിലിറ്ററി ബേസ് ഭയങ്കര അപകടം പിടിച്ച സ്ഥലാ. ഏയ് അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഫ്രാങ്ക്ലിൻ അണ്ണൻ്റെ കൂടെ പൊക്കോളാം. ആ വണ്ടി ഏതാന്ന് എനിക്കൊന്ന് കാണണം. എടാ, വണ്ടി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാം, അന്നേരം കണ്ടാ പോരെ? ഏയ് അതൊന്നും പറ്റില്ല. എനിക്ക് അവിടെ വെച്ചിട്ട് തന്നെ വണ്ടി കാണണം. എന്നാ ശരി, പോരെ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഷിൻചാനും കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ട് കേട്ടാ. ഷിൻചാൻ വല്ല പണി ഒപ്പിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. അണ്ണ ഈ വണ്ടി ആരുടെ? ഈ വണ്ടി നമുക്ക് ലെസ്റ്റർ തന്നതാ. ഈ വണ്ടി നൈസ് വണ്ടിയാണ്, ഒരു ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയാ. നമ്മളിപ്പോൾ മിലിറ്ററി ബേസിലേക്കല്ലേ പോണേ. എന്തായാലും ഒരു ബുള്ളറ്റ് പ്രൂഫ് വണ്ടി ഉള്ളത് നല്ലതാ. എന്തായാലും മിലിറ്ററിക്കാർ നമ്മളെ ഫയർ ചെയ്ത് തുടങ്ങും. അന്നേരം ഈ ബുള്ളറ്റ് പ്രൂഫ് വണ്ടി നമ്മളെ രക്ഷിക്കും. ഇത് പിന്നെ പക്ക ഒരു ഓഫ് റോഡ് വണ്ടിയാ. ഇതിൽ പിന്നെ ബൂസ്റ്ററും കൂടിയുമുണ്ട്. അണ്ണ അതൊന്നൊരു സംഭവം. ഇത് ബൂസ്റ്ററാടാ. നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ബൂസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ
അത് ജെറ്റ് പോണ പോലെ പോവും. ഓ, എന്നാ പിന്നെ ഒന്നും കൂടി കാണിച്ചു തരോ? അവിടെ ഷിൻചാനെ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഈ റൂട്ടൊന്നും മാറ്റട്ടെ. ഈ വഴിയിൽ നിറച്ച് വളവും തിരിവാ. ഒരു സ്ട്രെയിറ്റ് റോഡ് തൊട്ട് അന്നേരം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ബൂസ്റ്റർ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാം. ഇത് കണ്ടില്ലേ ഷിൻചാനെ, നമ്മുടെ വണ്ടി നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. അല്ല, ഈ ബൂസ്റ്റർ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാ? അത് ഈ ഹോണില്ലേ, ഹോൺ അമർത്തിയാൽ മതി, അന്നേരം ബൂസ്റ്റർ ആക്ടിവേറ്റ് ആവും. ഏ, അത് കൊള്ളാലോ. ഒരു മിനിറ്റ്, ഞാൻ ഈ ഹോണൊന്ന് അമർത്തി നോക്കട്ടെ. ഏയ് നിക്ക് നിക്ക് നിക്ക്, അത് തോന്നിപ്പോലും അമർത്തല്ലേ. ഓ, ഇതിപ്പോൾ എന്താ പറ്റിയേ? വണ്ടി അപ്പുറത്തെ പറമ്പിലേക്ക് പോയല്ലോ. ആ, ഇത് പിന്നെ ഒരു SUV ആണ്, സീനൊന്നുമില്ല. എടാ ഷിൻചാനെ, ആവശ്യമില്ലാണ്ട് ബൂസ്റ്റർ ഒന്നും അമർത്തല്ലേ. ഇത് പിന്നെ ചെറിയ വഴിയാ, ഫുള്ള് വളവും തിരിവാ. ഒരു ഹൈവേ തട്ടെ, അന്നേരം ഈ ബൂസ്റ്ററിന്റെ പവർ കാണിച്ചു തരാം. ഒരു മിനിറ്റ് അണ്ണാ, അവിടെ ആരോ ഹെൽപ്പ് ചോദിക്കണ്ടല്ലോ. ആടാ ഷിൻചാനെ, ഞാനും കണ്ടു. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്താണോ പ്രശ്നം. ആയി ശരി, ഇവർ കള്ളന്മാരാടാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവന്മാരങ്ങ് അടിച്ചിട്ടേക്കാം. രാവിലെ തന്നെ കുറേ പേരങ്ങ് ഇറങ്ങിക്കോളും. ഓക്കെ, ഇവിടെ ഞാൻ അങ്ങനെ 2 പേരെ അടിച്ചിട്ടേക്കാണ്. ചേച്ചി ഒരു കാര്യം ചെയ്യ്, വണ്ടി എടുത്ത് വേഗം വീട്ടിൽ പോക്കോ, ഇവിടെ അധികം നേരം നിൽക്കണ്ട. ഓക്കെ, നമ്മളങ്ങനെ ആ ചേച്ചിനെ രക്ഷിച്ചു. ആ കള്ളന്മാരില്ലേ, ആ ചേച്ചിയുടെ ബാഗ് അടിച്ചു മാറ്റാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. കറക്റ്റ് ടൈമിൽ പോയിട്ട് ആ 2 തന്നെ അടിച്ചിട്ടു. അതുകൊണ്ട് ആ ചേച്ചി രക്ഷപ്പെട്ടു. അണ്ണാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അണ്ണൻ ഇവരെക്കാളും വലിയ കള്ളനാണ്, അതും കൂടി ആലോചിച്ചോ. നമ്മളിപ്പോൾ പോണത് ഒരു വണ്ടി അടിച്ചു മാറ്റാനാ. ആടാ ഷിൻചാനെ, നീ പറഞ്ഞത് ശരിയാ, ഞാൻ ഇവരെക്കാളും വലിയ കള്ളനാ. അല്ല, മിലിറ്ററി ബേസിലേക്ക് പോകാനുള്ള വഴി ഏത്? മിലിറ്ററി ബേസ് എവിടെയാണാവോ? വഴി എനിക്ക് ഓർമ്മയില്ല. ഒരു മിനിറ്റ്, നമുക്ക് ഈ വണ്ടി ഒന്ന് സൈഡാക്കാം, എന്നിട്ട് ഗൂഗിൾ മാപ്സ് എടുത്ത് നോക്കി നോക്കാം. മിലിറ്ററി ബേസ് ഈ ഭാഗത്ത് എവിടെയായിരുന്നു? ആ, എനിക്ക് മിലിറ്ററി ബസ് കിട്ടി. ഇതാണ് നമ്മുടെ മിലിറ്ററി ബസ്. ഓക്കെ, ലൊക്കേഷനൊക്കെ ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാം. വണ്ടിയിൽ പിന്നെ ബൂസ്റ്റർ ഉണ്ടല്ലോ, നമുക്ക് പടച്ചു വിടാം. അല്ല, ഇങ്ങനെ പോയാൽ എപ്പോൾ തന്നെ നമുക്ക് ഓഫ് റോഡൊക്കെ പോവാം. ഓ, വണ്ടി ചെറുതായിട്ട് മറിഞ്ഞു വീഴും. മറിഞ്ഞു വീണാലും കുഴപ്പമൊന്നുമില്ല. വണ്ടിയിൽ ചെറിയൊരു സ്ക്രാച്ച് പോലും വീഴില്ല, കാരണം വണ്ടി ഫുള്ള് ബുള്ളറ്റ് പ്രൂഫാ. അയ്യോ ഫ്രാങ്ക്ലിനാ, നമ്മൾ എങ്ങോട്ടായി പറന്ന് പോണേ? ഏയ്, നീയല്ല അപ്പോൾ നേരത്തെ പറഞ്ഞേ ഈ ബൂസ്റ്ററിൻ്റെ പവർ കാണിച്ചു തരാൻ. ആ, ഈ ബൂസ്റ്ററിന് നല്ല പവർ ഉണ്ട് കേട്ടോ. വണ്ടി പറന്ന് പോവാ ചെയ്യണേ. ആ, ഇതുണ്ടില്ലേ, നമ്മളിപ്പോൾ ഇത്ര വലിയ വീഴ്ച വീണു, എന്നിട്ട് വണ്ടിക്ക് ഒരു ചെറിയ സ്ക്രാച്ച് പോലും വന്നില്ല. അയ്യോ അയ്യോ, ഈ മാനിനെ ഞാൻ പിടിച്ചിട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു വിടലങ്ങ് വിടാം. ലെറ്റ്സ് ഗോ. ദേ, നമ്മൾ അപ്പുറത്തെ പറമ്പിലേക്ക് എത്തി. നൈസായിട്ട് ഇടിച്ചിട്ടുണ്ട്, അപ്പോഴും വണ്ടിക്ക് ഒന്നും സംഭവിച്ചില്ല. അണ്ണ, നമ്മളിപ്പോൾ മിലിറ്ററി ബേസിലേക്ക് എത്തിയില്ലേ? ആ, നമ്മളിപ്പോൾ മിലിറ്ററി ബേസിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി മുമ്പിലേക്ക് പോവാണ്ട്. ഓക്കെ, നമുക്ക് ഈ ബൂസ്റ്റർ അങ്ങ് ആക്ടിവേറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇതിപ്പോൾ എന്താ പറ്റിയേ? ഞാനത് ശരിക്കും ആക്ടിവേറ്റ് ചെയ്തില്ല. ഒരു മിനിറ്റ്, ഈ വണ്ടി ഒന്ന് നേരെ ആവട്ടെ. വണ്ടിക്ക് പിന്നെ വലിയ കൺട്രോൾ ഇല്ല കേട്ടാ. വണ്ടി നല്ല വണ്ടിയാണ്, പക്ഷെ കൺട്രോൾ അത്രയ്ക്ക് കാര്യമില്ല. ഓക്കെ, മിലിറ്ററി ബസ് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ആ, ഇതാണ് മിലിറ്ററി ബസ്. ഇതിൻ്റെ അകത്താണ് വണ്ടിയുള്ളത്. ഓക്കെ, നമുക്കൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കി നോക്കാം. എൻ്റെ കയ്യിൽ സ്നൈപ്പർ ഉണ്ടാ? ഓ, സ്നൈപ്പർ ഇല്ല. അല്ലെങ്കിൽ സ്നൈപ്പറിൻ്റെ സ്കോപ്പ് വെച്ച് നോക്കായിരുന്നു. എന്താണ്ടില്ലേ, എൻ്റെ ഷോർട്ട് ഗണ്ണിൽ സ്കോപ്പൊന്നും ഇല്ല, ഒന്നും അത്രയ്ക്ക് കാണാനില്ലേ. അണ്ണ, ലെസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ വണ്ടിയിൽ ഒരു സ്നൈപ്പർ ഇരിക്കണ്ടെന്ന്. ആ ശരിയാ, വണ്ടിയിൽ സ്നൈപ്പർ ഇരിക്കുന്നുണ്ട്. ലെസ്റ്റർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും വണ്ടിയുടെ ഡിക്കിയിലാവും, നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ എനിക്ക് സ്നൈപ്പർ കിട്ടിയേക്കാണ് കേട്ടാ. ഇതിൽ പിന്നെ സപ്രസറും കൂടി ഉണ്ട്. ഞാൻ പക്ഷെ ആരെയും കൊല്ലാനൊന്നും പോണില്ല, എനിക്കിതിൻ്റെ സ്കോപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. നമുക്കിപ്പോൾ സ്കോപ്പ് വെച്ച് നോക്കി നോക്കാം. ഇവിടെ എനിക്ക് ഒരാളിനും കാണാനില്ല കേട്ടാ. ഇവിടെ ഒരു വണ്ടി പോകുന്നുണ്ട്, അതൊരു ജീപ്പാ. മിലിറ്ററി ബേസിൽ അല്ലാത്തപ്പോൾ ഇഷ്ടം പോലെ ടാങ്കൊക്കെ കറങ്ങി നടക്കാറുണ്ട്. ഇന്നിവിടെ എനിക്ക് ഒരു ടാങ്ക് പോലും കാണാനില്ല. ടാങ്ക് പോട്ടെ, ഇവിടെ ജെറ്റ് പോലും കാണാനില്ല. ഇവിടെ പിന്നെ ഒരു ചോപ്പർ പറന്നു പോകുന്നുണ്ട്. അണ്ണ, ആ കാറില്ലേ ലെസ്റ്റർ അടിച്ചു മാറ്റാൻ പറഞ്ഞത്, അതിപ്പോ മിലിറ്ററി ബേസിന്റെ പുറത്ത് ആരും വെക്കില്ലല്ലോ. മിക്കവാറും അത് ഏതെങ്കിലും വെയർ ഹൗസിന്റെ അകത്തോ. ആടാ ഷിൻചാനെ, അത് ശരിയാ, ആ കാറ് ഏതെങ്കിലും ഒരു വെയർ ഹൗസിൻ്റെ അകത്ത് ഉണ്ടാവും. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ മിലിറ്ററി ബേസിൻ്റെ അകത്തേക്ക് കയറാൻ നോക്കാം. ഇവിടെ ഇപ്പോൾ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഷിൻചാനെ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. വണ്ടി എടുത്ത് നേരെ മിലിറ്ററി ബേസിലേക്ക് ചടിക്കാൻ പോവാ. ലെറ്റ്സ് ഗോ. വണ്ടിയുടെ ബൂസ്റ്ററിന് പിന്നെ നല്ല പവർ ഉണ്ട്. ഓ, പവർ വല്ലാണ്ട് അങ്ങ് കൂടിപ്പോയാ. നമ്മളിത് അപ്പുറത്തേക്ക് എത്തി. പക്ഷേ മിലിറ്ററി ബേസിൽ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ, നമുക്കൊന്നും കൂടി നോക്കി നോക്കാം. ആ,
ഇപ്രാവശ്യമെങ്കിലും ശരിക്കും ലാൻഡ് ചെയ്യാൻ മതിയായിരുന്നു. ഓക്കെ, നമ്മളങ്ങനെ സേഫായിട്ട് ലാൻഡ് ആയിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. 4 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. അത് പിന്നെ അങ്ങനെയാണല്ലോ, മിലിറ്ററി ബേസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 4 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടും. ഈ നമുക്ക് വണ്ടി എവിടെയാന്ന് കണ്ടുപിടിക്കണം. വണ്ടി നേരത്തെ ഷിൻചാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വെയർ ഹൗസിൻ്റെ അകത്താവും. ഓക്കെ, ഈ വെയർ ഹൗസിൻ്റെ അകത്തുണ്ടാ? ഈ വെയർ ഹൗസിൻ്റെ അകത്ത് എനിക്ക് ഈ വണ്ടിയൊന്നും കാണാനില്ല. ഒരു ജെറ്റ് മാത്രമേ ഉള്ളൂ. അണ്ണാ നമുക്കൊരു ജെറ്റ് അടിച്ച് മതിയല്ലോ. ഏയ്, ജെറ്റ് ഒന്നും അടിച്ചു മാറ്റണ്ട. ജെറ്റ് നമുക്ക് പിന്നെ ഒന്ന് അടിച്ചു മാറ്റാം. ആദ്യം ലെസ്റ്റർ പറഞ്ഞ പണി ചെയ്യാം. ഈ വെയർ ഹൗസിൻ്റെ അകത്ത് വണ്ടിയൊന്നുമില്ല. വണ്ടി ഇപ്പോൾ എവിടെയാണാവോ? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മിലിറ്ററി ബേസ് മൊത്തം സെർച്ച് ചെയ്യാം. മിലിറ്ററിക്കാർ നമ്മളൊന്നും ചെയ്യില്ല, കാരണം നമ്മുടെ കയ്യിൽ ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയുണ്ട്. ഏയ്, ഇതിപ്പോൾ എന്താ പറ്റിയേ? ആ അടിയിലത്തെ ടാങ്ക് പൊട്ടിത്തെറിച്ചു. നമ്മുടെ വണ്ടി പിന്നെ ബോംബ് പ്രൂഫും കൂടിയാ, അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഇവിടെ ഒരു ടാങ്ക് നമ്മളെ ഫയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ എത്ര വട്ടം വേണമെങ്കിലും ഫയർ ചെയ്തോ, നമ്മുടെ വണ്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. അണ്ണാ നോക്കി നിൽക്കാണ്ട് ആ വണ്ടി എവിടെയെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ആടെ ചിഞ്ചാനെ, നമുക്ക് വണ്ടി കണ്ടുപിടിക്കാം. ഈ വണ്ടി എവിടെയാണാവോ? കാണാനില്ല. ഓക്കെ, ഇവിടെ ഒരു വെയർ ഹൗസും കൂടി ഉണ്ട്. ഇതിൻ്റെ അകത്ത് വണ്ടി ഉണ്ടാ? ഓക്കെ, അകത്ത് ഒരു കാറുണ്ട്. ഇനി ഇതാണോ ലെസ്റ്റർ പറഞ്ഞ കാറ്? ഇതൊരു സൂപ്പർ കാറാ. കണ്ടിട്ടൊരു പഴയ മോഡല് സൂപ്പർ കാർ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നണത് ഇതായിരിക്കുന്ന കാറ്. എടാ ഷിൻചാനെ, വേഗം വന്ന് വണ്ടിയിൽ കയറ്. ഇതന്നെയാവും കാറ്. ഇത് പഴയ മോഡല് ഔഡിയാണ് കേട്ടാ. അണ്ണാ വണ്ടി ഏതാന്ന് നമുക്ക് പിന്നെ നോക്കാം, ആദ്യം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ആടാ ഷിൻചാനെ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. പിന്നെ ഈ വണ്ടിയിലും ബൂസ്റ്റർ ഉണ്ട് കേട്ടാ. അത് മാത്രല്ല, ഈ വണ്ടിയും ബുള്ളറ്റ് പ്രൂഫും കൂടിയാ. മാറിക്കങ്ങോട്ട്, ഞാൻ പൊക്കോട്ടെ. ഇവിടെ എക്സിറ്റ് എവിടെയാ? നേരെ പോയി കഴിഞ്ഞാൽ എക്സിറ്റ് കാണാൻ പറ്റും. ഓക്കെ, അവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. നമുക്ക് വേഗം രക്ഷപ്പെടാം. ഇവിടെ എനിക്ക് ഒരാളിനും കാണാനില്ല. പക്ഷേ മിലിറ്ററി ബേസിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാലും പ്രശ്നമാണ്. പുറത്ത് പോലീസുകാർ നമ്മളെ ചേസ് ചെയ്യും. പക്ഷെ നമ്മുടെ കയ്യിലുള്ള വണ്ടി തരികട വണ്ടിയാ. പോലീസുകാർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എടാ ഷിൻചാനെ, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരുന്നോ? ഞാൻ എന്താ വണ്ടി ചാടിക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. അയ്യോ അണ്ണാ, ഇത് എന്തത് വിമാനാ? നമ്മളിപ്പോ എങ്ങോട്ടാ പറന്ന് പോണേ? ഈ വണ്ടിയിലത്തെ ബൂസ്റ്ററിന് നല്ല പവർ ഉണ്ട് കേട്ടോ. നേരത്തെ വണ്ടിയേക്കാളും പവർ ഉണ്ട്. നമ്മളിപ്പോൾ പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇതേപോലെ 2-3 വട്ടം പറന്ന് പോയാൽ മതി. ഒരു മിനിറ്റ്, ഈ വണ്ടി ഒന്ന് നേരെ ആവട്ടെ. ഓക്കെ, നമുക്കിനി ബൂസ്റ്റർ ഇടാം. ഇതെന്താ പറ്റിയേ? ബൂസ്റ്റർ ഇട്ടത് ശരിയായില്ല. അയ്യോ, നമ്മൾ പോലീസിൻ്റെ അടുത്തേക്കാണല്ലോ പോണേ. അവർ കാണാണ്ടിരുന്നാൽ മതിയായിരുന്നു. പോലീസുകാരെ നമ്മളെ കണ്ടു. നമ്മൾ ഏകദേശം പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെട്ടതായിരുന്നു. നമുക്ക് ഒരു വട്ടം കൂടി ബൂസ്റ്റർ ഇടാം, എന്നിട്ട് പറന്ന് പോവാം. ഇതെന്തത്? ബൂസ്റ്റർ ഇടണത് ശരിയാവണില്ലല്ലോ. ഒരു മിനിറ്റ്, നമുക്ക് ഒന്നും കൂടി നമുക്ക് ട്രൈ ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇവിടെ നിന്ന് അങ്ങ് പറന്ന് പോവാം. നമ്മൾ നൈസായിട്ട് ഒരു മരത്തുമ്പോൾ പോയിട്ട് തട്ടി. ഇതേപോലെ അങ്ങ് പറന്ന് പോവാം. അയ്യോ ഫ്രാങ്ക്ലിൻ അണ്ണാ, എനിക്ക് തല കറങ്ങുന്നുണ്ട്, ഞാൻ ഇപ്പൊ ഛർദിക്കും. അയ്യോ ഷിൻചാനെ, ചതിക്കല്ലേ, എല്ലാം ശരിയാവും. ഒരു മിനിറ്റ്, നമുക്ക് രക്ഷപ്പെടണ്ടാ. എവിടെ ഇപ്പോൾ ലാൻഡ് ചെയ്യുക? നമുക്ക് തൽക്കാലം ഇവിടെ ലാൻഡ് ചെയ്യാം. ഈ ഭാഗത്ത് എനിക്ക് പോലീസുകാരൊന്നും കാണാനില്ല. ഇവിടെ പോലീസൊക്കെ ഉണ്ട്. ആരാ പറഞ്ഞ ഇവിടെ പോലീസില്ലെന്ന്? ശരിയാ ഷിൻചാനെ, ഇവിടെയും പോലീസ് ഉണ്ട്. ഈ പോലീസുകാർക്ക് നമ്മളെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. എങ്ങോട്ടപ്പോൾ പോവാ? ഇതിപ്പോൾ സ്മൂത്ത് ലാൻഡിങ് ആയിട്ടാ. സ്മൂത്ത് ലാൻഡിങ് അല്ല, എങ്ങോട്ടാ പോവാ? ഈ ലോസ് ആൻഡോസ് സിറ്റിയിൽ നിറച്ചും പോലീസുകാരാ. ഒരു കാര്യം ചെയ്യാം, ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ നിൽക്കാം. പോലീസുകാർ പോണ വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങനെ ഫൈനലി പോലീസൊക്കെ പോയേക്കാണ് കേട്ടാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. ലെസ്റ്റർ നമ്മുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ഞാൻ വീട്ടിലേക്ക് എത്തിയേക്കാണ്. എടാ ലെസ്റ്ററെ, ഞാൻ ദേ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയാണെന്ന് നോക്കി നോക്ക്. നീ വണ്ടിയൊക്കെ കൊണ്ടുവന്നാ? ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ആടാ ഫ്രാങ്ക്ലിനെ, ഇത് തന്നെയാണ് വണ്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. 15 കോടി എനിക്കും 5 കോടി നിനക്കും, അങ്ങനെയല്ലേ? അയ്യോ, അപ്പൊ എനിക്ക് എത്ര കിട്ടും? നിനക്കൊന്നും കിട്ടില്ല.